Hi friends, today we discuss about the topic perquisites. It is defined as any casual emolument or profit attached to an office or position in addition to salaries or wages. It is the value of any benefit or facility given by the employer. പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ ബെനഫിറ്റ്സ് ആണ്. സാലറി അല്ലെങ്കിൽ വേജസ്, അതിനു പുറമെ നമ്മളുടെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ ബെനഫിറ്റ്സിനെയാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. Then types of perquisites. There are mainly three types of perquisites. Perquisites taxable in all cases, perquisites taxable in the case of specified employees only, and the last one, tax-free perquisites. അതിൽ ഫസ്റ്റ് വന്ന കേസാണ് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്. അതിൽ ഫസ്റ്റ് വന്ന സിറ്റുവേഷനാണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഓർ അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റേറ്റ്. അതിൽ രണ്ട് ടൈപ്പ് എംപ്ലോയീസ് ഉണ്ട്, ഗവൺമെൻറ് എംപ്ലോയീസും അതർ എംപ്ലോയീസും. അതിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ വാല്യൂ ഓഫ് അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റേറ്റ് കാണുന്നതാണ് ഇവിടെ പറയുന്നത്. ലൈസൻസ് ഫീയുടെ കൂടെ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജസ് ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഫേർണിഷ്ഡ് ഹൗസ്. അതിൽ നിന്ന് നമ്മൾ എമൗണ്ട് കളക്റ്റഡ് ഫ്രം എംപ്ലോയീസ് മൈനസ് ചെയ്ത് കളയുമ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള വാല്യൂ ഓഫ് അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റേറ്റ് കിട്ടുന്നത്. അപ്പോൾ എംപ്ലോയീസ് രണ്ട് തരത്തിലുണ്ട്. അതിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണ് ഇങ്ങനെ പറയുന്നത്. അടുത്തതാണ് അതർ എംപ്ലോയീസ്. അതിൽ രണ്ട് കേസ് വരുന്നുണ്ട്. ഇഫ് അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ എംപ്ലോയീസ് ആണെങ്കിൽ, സിറ്റിയിലെ പോപ്പുലേഷൻ എക്സീഡിങ് 25 lakhs ആണെങ്കിൽ 15%, പോപ്പുലേഷൻ 10 lakhs to 25 lakhs ആണെങ്കിൽ 10%, അതർ പ്ലേസസ് ആണെങ്കിൽ 7.5% പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജസ് ആഡ് ചെയ്യുകയും എമൗണ്ട് കളക്റ്റഡ് ഫ്രം എംപ്ലോയീസ് ലെസ് ചെയ്യുകയും ചെയ്യണം. ഇനി സെക്കൻഡ് കേസ് വരുന്നതാണ് ഇഫ് അക്കോമഡേഷൻ ഈസ് ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ എംപ്ലോയർ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ്. അത് വരുന്നത് 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ ലീസ് റെൻറ്റൽ വിച്ച് എവർ ഈസ് ലെസ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജസ് ആഡ് ചെയ്യുകയും എമൗണ്ട് കളക്റ്റഡ് ഫ്രം എംപ്ലോയീസ് ഇഫ് എനി ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് മെയിൻ ഹെഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പോയിന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ആണിത്, എനി എമൗണ്ട് പെയ്ഡ് ബൈ എംപ്ലോയർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി ഒബ്ലിഗേഷൻ പേയബിൾ ബൈ എംപ്ലോയി ലൈക്ക് പേയ്മെൻറ്റ് ഓഫ് ക്ലബ് ബിൽസ് ഓർ ഹോട്ടൽ ബിൽസ്, payment of loan, educational expenses of employees' children, income tax or any other tax payable by employee. However, any income tax or perquisites payable by employee, if paid by employer, is not a taxable perquisite. Next, interest-free loan or loan at concessional rate. മൂന്ന് കേസ് വരുന്നുണ്ട്. Where the amount of loan does not exceed 20,000, the value shall be nil. Loan for medical treatment of specified diseases, the value also nil. Where the amount exceeds 20,000, the value is equal to interest charged on the amount for the period by the SBI or the difference between the rate charged by the SBI and the actual rate charged. അടുത്തതാണ് ഹോളിഡേ എൻജോയ്മെൻറ്റ്. When the employer meets the expenditure of the employee for holiday enjoyment, the actual expenses met by the employer is the value of perquisites. Next, free food. Free food provided during the working hours is exempted up to rupees 50 per meal. Next, gifts given in kinds on social or religious occasions is exempted up to rupees 5,000. All other gifts are taxable perquisites. Cash gifts shall be fully taxable. Next ആണ് expenses charged to credit card. The actual cost to the employer is the value of perquisite.
Next, club expenses is also the actual cost of the employer is the value of perquisite. Next, use of movable asset other than laptop computers. രണ്ട് കേസസ് ആണ് ഇതിലുള്ളത്. ഇഫ് ദ അസറ്റ് ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ 10% ഓഫ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് സച്ച് അസറ്റ്. രണ്ടാമത്തെ കേസ് ഇഫ് ദ അസറ്റ് ഈസ് ടേക്കൺ ഓൺ റെൻറ്റ് ദി ആക്ച്വൽ റെൻറ്റ് ഈസ് പേയബിൾ. അടുത്തതാണ് ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ്. അതിൽ 3 കേസസ് വരുന്നുണ്ട്. ഫസ്റ്റ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഗുഡ്സ് ലെസ് depreciation at 50% on written down value for each computer year used by employer and any amount recovered from employee from the actual cost of asset. മോട്ടോർ കാറിൻ്റെ കേസിൽ 20%ഉം അതർ ഇമ്മൂവബിൾ അസറ്റ്സിൻ്റെ കേസിൽ 10% ആണ് എടുക്കുക. നെക്സ്റ്റ് ആണ് അലോട്ട്മെൻറ്റ് ഓഫ് സ്വീറ്റ് ഇക്വിറ്റി ഷെയർ. The value of such shares allotted to employees on or after 1st April 2009 are taxable in the hands of the employees. Value of perquisites is equal to fair market value less amount received from employees. Next one, allotment of shares listed on a recognized stock exchange. Value of perquisite is equal to FMV on the date of exercising the option less the amount recovered from the employees. അങ്ങനെ പെർക്വിസിറ്റ്സിൻ്റെ ടൈപ്സിൽ ഫസ്റ്റത്തത് കഴിഞ്ഞു. രണ്ടാമത്തതാണ് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദി കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി, വിച്ച് ഇൻക്ലൂഡ്സ് എ ഡയറക്ടർ എംപ്ലോയി, an employee having substantial interest in the company with not less than 20% voting power. Next, any other employee with a salary exceeding ₹50,000 per annum. The following are the perquisites taxable in the case of specified employees only. 5 cases ആണുള്ളത്. ഫെസിലിറ്റി ഓഫ് കാർ, സീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ആൻഡ് പേഴ്സണൽ അറ്റൻഡൻറ്റ്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു ദ ഫാമിലി മെമ്പേഴ്സ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. അതിൽ ഫസ്റ്റ് വരുന്നതാണ് വാല്യുവേഷൻ ഓഫ് കാർ. 2 കേസ് ഉണ്ട്. ഫസ്റ്റ്, കാർ ഓൺഡ് ഓർ ഹയേർഡ് ബൈ എംപ്ലോയർ. ഫുള്ളി ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കണമെങ്കിൽ വാല്യൂ ഈസ് നിൽ. പ്രൈവറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാല്യൂ ഈസ് ഈക്വൽ ടു ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് പ്ലസ് ഡ്രൈവേഴ്സ് സാലറി പ്ലസ് 10% ഡിപ്രീസിയേഷൻ. കാറ് ഹയേർഡ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസിനും പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസിനും ആണെങ്കിൽ 2 കേസാണ് ഇവിടെ വരുന്നത്. ഇഫ് ഓൾ എക്സ്പെൻസസ് ഓഫ് കാർ ആർ ബോൺ ബൈ എംപ്ലോയർ, സ്മോൾ കാർ 1,800 per month, ലാർജ് കാർ 2,400 per month. ഇഫ് ഡ്രൈവർ ഈസ് ഓൾസോ പ്രൊവൈഡഡ് ആണെങ്കിൽ ആഡ് 900 per month. രണ്ടാമത്തെ കേസിൽ ഇഫ് ദ എക്സ്പെൻസസ് ഓഫ് ദ കാർ ഇൻ റെസ്പെക്ട് ഓഫ് പ്രൈവറ്റ് യൂസ് ബോൺ ബൈ എംപ്ലോയി, സ്മോൾ കാർ ആണെങ്കിൽ 600 per month, ലാർജ് കാർ ആണെങ്കിൽ 900 per month. ഇഫ് ഡ്രൈവർ ഈസ് ഓൾസോ പ്രൊവൈഡഡ് ആണെങ്കിൽ ആഡ് 900 per month. വാല്യുവേഷൻ ഓഫ് കാറിൽ ഫസ്റ്റ് കാർ ഓൺഡ് ബൈ എംപ്ലോയർ കഴിഞ്ഞ് നെക്സ്റ്റ് കാർ ഓൺഡ് ബൈ എംപ്ലോയി വെദർ സ്പെസിഫൈഡ് ഓർ നോട്ട്. 3 സിറ്റുവേഷനാണ് ഇതിലുള്ളത്. ഒഫീഷ്യൽ പേർപ്പസ് ഓൺലി ആണെങ്കിൽ വാല്യൂ ഈസ് നിൽ. പ്രൈവറ്റ് പേർപ്പസിനാണെങ്കിൽ ദ എമൗണ്ട് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ. പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ് പേർപ്പസിനാണെങ്കിൽ സ്മോൾ കാർ ഈക്വൽ ടു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ബൈ എംപ്ലോയർ ലെസ് ₹1,800 per month plus 900 per month for driver. Large car equal to actual expenditure by employer less ₹2,400 per month plus 900 per month for driver. വാല്യുവേഷൻ ഓഫ് കാർ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ഫെസിലിറ്റി ഓഫ് സീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ആൻഡ് പേഴ്സണൽ അറ്റൻഡൻറ്റ്. ഇവരുടെ എല്ലാവരുടെയും ആക്ച്വൽ സാലറിയാണ് ടാക്സിബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ ആണ് ടാക്സിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആണ്. കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് അപ് ടു 1,000 per month per child. The value is nil. Cost exceeds ₹1,000 per month.
the cost education in a similar institution. Next, transport facilities, the value at which such benefit is offered by the undertaking to the public. Then last type of perquisite ആണ് tax-free perquisites, which includes tea or snacks provided in the office, residential accommodation provided at site, expenses on telephone including mobile phone, employees' contribution to staff group insurance scheme, scholarships to employees to their children, cost of refresher courses, facility of conveyances from residence to office and back, tax paid on the value of perquisites. ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. പെർക്വിസിറ്റ്സ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ്, ലാപ്ടോപ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, റെൻറ്റ് ഫ്രീ ഹൗസ് ആൻഡ് കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, ലീവ് ട്രാവൽ കൺസെഷൻ, മെഡിക്കൽ ബെനിഫിറ്റ്സ്. മെഡിക്കൽ ബെനിഫിറ്റ്സിൽ 3 കേസസ് പറയുന്നുണ്ട്. ഫസ്റ്റ്, ഇഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡൺ ഇൻ എനി ഹോസ്പിറ്റൽ ഓൺഡ് ബൈ എംപ്ലോയർ or a government hospital or an approved hospital, the fully amount reimbursed is tax free. Second case, in private hospital, tax free up to rupees 1500, the balance amount is taxable. Third one, if the treatment is done outside India, fully exempted if the approval of RBI is obtained. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ടാക്സിനെ ബേസ് ചെയ്തിട്ട് പെർക്വിസിറ്റ്സിൻ്റെ 3 ടൈപ്സ് ആണ് പഠിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.